എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെയും ടോപ്പിക്ക് എന്നത്തെയും പോലെ തന്നെ എമ്പുരാൻ. എമ്പുരാൻ മൂവി നമ്മളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നതിലും കൂടുതൽ ഒരു ഹൈപ്പിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം ഇന്നലെ ബുക്കിംഗ് ഓപ്പണായി, ഓൾമോസ്റ്റ് 9 മണിയോളം ആയപ്പോൾ ബുക്കിംഗ് ഓപ്പണായി. ബുക്ക് മൈ ഷോയുടെ സെർവർ വരെ അടിച്ചുപോയി. അങ്ങനെ പല ഇഷ്യൂസ്. കാരണം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബുക്ക് മൈ ഷോയിൽ ബുക്കിംഗ് നടന്നിട്ടുള്ള മൂവി എന്ന് പറയുന്നത് നമ്മുടെ എമ്പുരാനാണ്. ഏകദേശം 6 ലക്ഷത്തിലധികം ടിക്കറ്റാണ് 24 hours വിറ്റ് പോയിട്ടുള്ളത്. അങ്ങനെ വിറ്റുപോകുന്ന ഏക മൂവി അത് നമ്മുടെ സ്വന്തം മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ സ്വന്തമായിട്ടുള്ള എമ്പുരാനാണ്. അതുപോലെ തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു 1 hour ബുക്കിംഗ് ആയിട്ടുള്ളതും ഈ പറഞ്ഞ എമ്പുരാനാണ്. ലിയോയുടെ റെക്കോർഡാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 93K അത്ര അടുത്തെന്തോ ആണോ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇതായിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പം സകല റെക്കോർഡുകളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് മൈ ഷോയിൽ എനിക്ക് തോന്നുന്നു ടോപ്പിൽ നിന്നിട്ടുള്ളത് ജവാനായിരുന്നു. 24 hours ബുക്ക് മൈ ഷോയുടെ ഈ പറഞ്ഞ ബുക്കിങ്ങിൽ ഏറ്റവും ടോപ്പിൽ നിന്നിട്ടുള്ളത് ജവാനായിരുന്നു. അതിന് ശേഷം എനിക്ക് തോന്നുന്നു കൽക്കി ആണെന്ന് തോന്നുന്നു. ഇതിനെല്ലാം ബ്രേക്ക് ചെയ്ത് എനിക്കൊന്ന് 3-ാം സ്ഥാനം ലിയോയോ അങ്ങനെ എന്തോ മൂവിയാണ്. എന്തായാലും മലയാളം മൂവീസേ അല്ലായിരുന്നു. അതിലേക്കാണ് ടോപ്പ് ഫസ്റ്റ് വന്ന് നിൽക്കുന്നത് നമ്മുടെ മോഹൻലാലിൻ്റെ സ്വന്തം എമ്പുരാൻ. ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരവസരമാണ്. പടം ഇറങ്ങിയിട്ടില്ല. പടം 27-ാം തീയതി രാവിലെ 6 മണിക്ക് ഫസ്റ്റ് ഷോ കളിക്കുന്നുണ്ട്. പടം എന്തുമാവട്ടെ ഏതുമാവട്ടെ, അതിപ്പം പടം 27-ാം തീയതി രാവിലെ 6 മണിക്ക് ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പടം വിജയിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ പറയുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഒരുപാട് വളർന്നിരിക്കുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് എമ്പുരാൻ മൂവിയുടെ ഈ പറഞ്ഞ പ്രീ സെയിലായിട്ടുള്ള റെക്കോർഡ്. അതും ഈ പറഞ്ഞ എല്ലാ മൂവീസും, ഹിന്ദി മൂവീസ് ആയിക്കോട്ടെ, എല്ലാ മൂവീസിനെയും ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു റെക്കോർഡ്. ആസ് എ മലയാളി ഓഡിയൻസ് അല്ലെങ്കിൽ ആസ് എ ഹ്യൂജ് ലാലേട്ടൻ ഫാൻ, എല്ലാവർക്കും ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. ഇതിപ്പോൾ ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ തന്നെ ഒരുപാട് ഡയറക്ടേഴ്സ്, ആക്ടേഴ്സ് എല്ലാവരും ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പം എല്ലാവർക്കും അറിയേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് കളക്ഷൻ കേരളത്തിൽ ടോപ്പ് 1 നിൽക്കുന്നത് ലിയോ, 12 കോടി പ്ലസ് സംതിങ് എന്തോ ആണ്. അത് ഈ പറഞ്ഞ നമ്മുടെ എമ്പുരാൻ ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സോ ഈസി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എമ്പുരാൻ ഇത് ബ്രേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ലിയോ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 വർഷം എന്തോ ആവാറായി. അപ്പോഴുള്ള ടിക്കറ്റിൻ്റെ റേറ്റ് അല്ല ഇപ്പോൾ. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ എറണാകുളം സൈഡ് PVR അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ടിക്കറ്റ് ഒരുപാട് വളരെ റേറ്റ് കൂട്ടിയിട്ടാണ് അവർ വിൽക്കുന്നത് എന്നുള്ള ഒരു ഇഷ്യൂ ഇപ്പോൾ വരുന്നുണ്ട്. എന്നിരുന്നാലും അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും പിന്നെ ഒരു കാര്യം, ലിയോ ഫസ്റ്റ് ഷോ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 4 മണിക്ക് സംതിങ് എന്താണെന്ന് തോന്നുന്നു. ഇപ്പോഴും ഈ പറഞ്ഞ 6 മണി എന്നുള്ളത്, എമ്പുരാൻ്റെ 6 മണി എന്നുള്ള ഷോ, അതിന് മുമ്പ് ഫാൻ ഷോ എന്തെങ്കിലും നടക്കാൻ പറ്റുമോ എന്നുള്ള അവർ നോക്കുന്നുണ്ട്. അതിനെപ്പറ്റിയിട്ട് ഒരു ക്ലാരിറ്റിയും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം അറ്റ് ലാസ്റ്റ് ഫൈനൽ നിൽക്കുന്നതെന്ന് പറയുന്നത് രാവിലെ 6 മണിക്ക് ഷോയാണ്. എല്ലാ തിയേറ്ററിലും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുള്ളാണ്. തൃശ്ശൂർ രാഗം തിയേറ്ററിലൊക്കെ എന്ന് പറയാനെ കൊണ്ടിട്ട് എനിക്ക് തോന്നുന്നു 5 ദിവസത്തേക്കുള്ള ടിക്കറ്റ് വരെ ഇപ്പോൾ ഓൾറെഡി ബുക്കിംഗ് ആയിട്ടുണ്ട്. ഇപ്പം ബാക്കി എല്ലായിടത്തും എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഓൾമോസ്റ്റ് എല്ലാം ബാക്കി എല്ലായിടത്തും എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തേക്കുള്ള ടിക്കറ്റുകളെല്ലാം ഓൾറെഡി സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ലിയോയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ എമ്പുരാൻ ബ്രേക്ക് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ആയിട്ട് താഴെ രേഖപ്പെടുത്തുക. എമ്പുരാൻ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലുള്ള പല മൂവിയുടെ അപ്ഡേറ്റിനായി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.